വിക്രമാദിത്യ കഥകൾ ഭാഗം 38. ഏഴാമത്തെ സാലഭഞ്ജികയായ കനകാംഗി പറഞ്ഞ കഥ. വീണ്ടും പ്രഭാതമായി. രാജസദസ് ഉന്നത വ്യക്തികളാലും കാണികളാലും നിബിഡമായി. കഴിഞ്ഞ 6 ദിവസങ്ങളിലെ അത്ഭുതം 7-ാം ദിവസവും ആവർത്തിക്കുമെന്ന് ഏവർക്കും ദൃഢനിശ്ചയമുണ്ടായിരുന്നു. പ്രതിമകൾ സംസാരിക്കുന്ന അത്ഭുത ദൃശ്യം കാണാൻ നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും എത്തിച്ചേർന്നിരുന്ന ജനസഞ്ചയത്തിൻ്റെ മധ്യത്തിലൂടെ ഭോജ മഹാരാജാവ് പരിവാര സമേതനായി ഗാംഭീര്യത്തോടെ സിംഹാസനത്തിനരികിലേക്ക് നടന്നു. സദസ്സ് നിശബ്ദമായി. അടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹാത്ഭുതം കാണാനും കേൾക്കാനും വേണ്ടി സകലരും തയ്യാറായി നിന്നു. ശംഖുധ്വനികളും മന്ത്രോച്ചാരണങ്ങളും മുടങ്ങിക്കൊണ്ടിരിക്കെ ഭോജരാജാവ് സിംഹാസനത്തിൻ്റെ 6 പടികളും കടന്ന് 7-ാമത്തേതിൽ കാൽവെച്ചു. താമസമുണ്ടായില്ല. അവിടെ നിന്നിരുന്ന കനകാംഗി എന്ന സാലഭഞ്ജിക രാജാവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു, രാജാവേ, ഈ സിംഹാസനത്തിൽ കയറാനുള്ള അങ്ങയുടെ ആശ അവസാനിച്ചില്ലേ? അപ്പോൾ രാജാവ് മറുപടി പറഞ്ഞു, സിംഹാസനം രാജാക്കന്മാർക്ക് ഇരിക്കുവാനുള്ളതല്ലേ, എനിക്കതിൽ കയറിക്കൂടെ? ഇതിലിരുന്ന് നാടുവാണ വിക്രമാദിത്യ ചക്രവർത്തിയുടെ വീര അപദാനങ്ങൾ കേട്ടാൽ അങ്ങ് തീർച്ചയായും ഈ ശ്രമം ഉപേക്ഷിച്ച് കളയും. വിക്രമാദിത്യൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയെപ്പറ്റി നിങ്ങളെല്ലാവരും ഇത്രത്തോളം പാടിപ്പുകഴ്ത്തുന്നുണ്ടല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങയ്ക്ക് കേൾക്കാൻ നിർബന്ധമാണെങ്കിൽ പറയാം, കേട്ടോളൂ. അങ്ങനെ ഭോജരാജാവിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്തിക്കൊണ്ടാണ് കനകാംഗി കഥ ആരംഭിച്ചത്. വിക്രമാദിത്യൻ കാട് 6 മാസത്തിന് പോകാൻ തയ്യാറാവുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് അറിയിച്ചു, ഞാൻ ശനിദേവനാണ്. 7.5 കൊല്ലം നിങ്ങളോട് കൂടി ഇരിക്കാനാണ് വിധി എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. നിങ്ങളെ ശനി ബാധിക്കുന്ന 7.5 കൊല്ലം നിങ്ങൾ കുറച്ച് അപമാനം സഹിക്കേണ്ടി വരും. നിങ്ങളോട് എനിക്ക് പ്രത്യേകം പ്രീതിയുള്ളതുകൊണ്ട് കാര്യമായി വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചു കാലം കോസല രാജാവിൻ്റെ അധീനതയിൽ ജീവിച്ചാൽ മതി. അതിനുശേഷം ഞാൻ നിങ്ങളെ വിട്ടൊഴിയുന്നതാണ്. വിധിക്കെതിരെ വിലങ്ങടിച്ച് കിടക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. താനും അതിന് കീഴ്പ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് നിശ്ചയിച്ച് വിക്രമാദിത്യൻ തൻ്റെ തിരുവാളൂരി ശനിദേവനെ ഏൽപ്പിക്കുകയും 7.5 കൊല്ലം കഴിഞ്ഞ് താൻ മടങ്ങി വരുന്നതുവരെ ഉജ്ജയിനി ഭരിക്കാൻ ശനിദേവനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അനന്തരം അദ്ദേഹം ഭട്ടിയോട് ഈ കഥയെല്ലാം പറയുകയും താൻ തിരിച്ചു വരുന്നതുവരെ സ്വരാജ്യം പരിപാലിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്തഃപുരത്തിൽ ചെന്ന് രാജ്ഞിമാരോടും ബന്ധുജനങ്ങളോടും വിടവാങ്ങി കുലദേവതയായ ഭദ്രയുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങി അദ്ദേഹം 7.5 കൊല്ലത്തെ അജ്ഞാതവാസത്തിന് നടന്നു. വേതാളം കൂടെയുണ്ടായിരുന്നു. അവർ ഒരു വനപ്രദേശത്ത് ചെന്നെത്തി. വിശപ്പും ദാഹവും തീർത്ത് അദ്ദേഹം വൃക്ഷച്ചുവട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കെ കാഴ്ചയിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിജനമായ ഈ വനപ്രദേശത്ത് തികച്ചും ഏകാകിനിയായി ഒരു സുന്ദരി തരുണി വരാനുള്ള കാരണം എന്താണെന്ന് വിക്രമാദിത്യൻ വേതാളത്തോട് അന്വേഷിച്ചു. വേതാളം പറഞ്ഞു, ഇവൾ ദേവസ്ത്രീയാണ്. പേര് രത്നമാലിക. അങ്ങ് പണ്ട് ഇന്ദ്രന്റെ ക്ഷണമനുസരിച്ച് ദേവലോകത്ത് ചെന്നപ്പോൾ ഇവൾ അങ്ങയെ കണ്ടു മോഹിച്ചതാണ്. പക്ഷേ അന്നൊക്കെ ദേവേന്ദ്രൻ തടയുകയാണ് ചെയ്തത്. അതിസുന്ദരികളായ അനേകം വനിതാരത്നങ്ങൾ അങ്ങയോടുകൂടി ഉള്ളപ്പോൾ അവൾ അങ്ങയാൽ നിരാകരിക്കപ്പെട്ടേക്കാം എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതുകൊണ്ട് ശനിബാധ മൂലം അങ്ങ് ക്ലേശിക്കുന്ന 7.5 കൊല്ലക്കാലം അങ്ങയുടെ ഭാര്യയായിരിക്കാനാണ് രത്നമാലിക വരുന്നത്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ രത്നമാലിക അടുത്തെത്തി രാജാവിനെ നമസ്കരിച്ചു. അവളുടെ സൗന്ദര്യവും വിനയപൂർവമായ പെരുമാറ്റവും വിക്രമാദിത്യനെ അത്യധികം ആനന്ദഭരിതനാക്കി. വിക്രമാദിത്യൻ ചോദിച്ചു, ഈ വനപ്രദേശത്ത് ഏകയായി വന്നെത്തിയ ഭവതിയുടെ നാടും പേരും എന്താണ്? എൻ്റെ പേര് രത്നമാലിക എന്നാണ്. ദേവലോകത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ദേവലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ പ്രത്യേകിച്ച് വല്ല കാരണവുമുണ്ടോ? രത്നമാലിക തൻ്റെ കഥകളെല്ലാം സവിസ്തരം വിക്രമാദിത്യനെ പറഞ്ഞു കേൾപ്പിച്ചു. ഇന്ദ്രന്റെ ഉപദേശപ്രകാരമാണ് താൻ ഈ സമയത്ത് അദ്ദേഹത്തെ സമീപിക്കുന്നതെന്നും തന്നെ പത്നിയായി സ്വീകരിക്കണമെന്നും അവൾ വിക്രമാദിത്യനോട് അപേക്ഷിച്ചു. വിക്രമാദിത്യൻ ആനന്ദത്തോടെ അവളെ സ്വീകരിച്ച് തൻ്റെ പത്നിയാക്കി. പിറ്റേ ദിവസം അവരിരുവരും യാത്ര തിരിച്ചു. അവിടെയും
ഒരു ചെറിയ വനമുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു ലതാ നികുഞ്ചത്തിൽ വിക്രമാദിത്യനും രത്നമാലികയും കൂടി വിശ്രമിച്ചുകൊണ്ടിരിക്കെ അവിടെ ഒരു പുലി പ്രത്യക്ഷപ്പെട്ടു. പുലിയെ കൊല്ലുവാനായി വിക്രമാദിത്യൻ വാളെടുത്തയുടനെ ഒരു കോണിൽ നിന്നും ഗൗളി ശബ്ദിക്കുകയുണ്ടായി. ആ ഗൗളി ചിലച്ചതിൻ്റെ അർത്ഥം ഇതായിരുന്നു: ഇത് മുനിയുടെ ആശ്രമത്തിലെ മൃഗമാണ്, ഇതിനെ കൊല്ലുന്നത് പാപമാണ്. വിക്രമാദിത്യൻ തന്റെ വാൾ ഉറയിലിടുകയും പുലിയെ കൊല്ലാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയും പുലിയെ പിന്തുടർന്ന് ഒരു ആശ്രമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ആശ്രമാങ്കണത്തിൽ പച്ചപ്പുൽ വിരിപ്പിലിരുന്ന് ഒരു താപസ ശ്രേഷ്ഠൻ ധൂപപാനം ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് സാത്വിക തേജസ് കളിയാടിയിരുന്നു. വിക്രമാദിത്യൻ മുനിയെ വന്ദിച്ചുകൊണ്ട് നിലകൊണ്ടു. മുനിയും കുറെ നേരം അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. പിന്നെ മുനി ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ഒരു ദേശസഞ്ചാരിയാണ്, വിക്രമാദിത്യൻ പറഞ്ഞു. നിങ്ങൾ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ പേരെന്താണ്? കലിംഗപുരി. പ്രജകൾക്കൊക്കെ ക്ഷേമം തന്നെയല്ലേ? ഈശ്വര അനുഗ്രഹം കൊണ്ട് ക്ഷേമം തന്നെ. ഭട്ടിക്കും സുഖം തന്നെയോ? വിക്രമാദിത്യൻ ഞെട്ടിത്തെറിച്ചു. ഈ മുനി ആരാണ്? ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി കളവ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അദ്ദേഹം ആരായിരിക്കാം? കുറെ നേരം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധോദയമുണ്ടായി. ചെറുപ്പത്തിൽ താപസനായി തീർന്ന തൻ്റെ സഹോദരനായ ഭർതൃഹരിയാണ് മുമ്പിലിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ക്ഷണത്തിൽ പിടികിട്ടി. താപസിയായ അനുജന്റെ കാൽക്കൽ വിക്രമാദിത്യൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അറിയിച്ചു, എനിക്ക് ആദ്യം മനസ്സിലായില്ല, ക്ഷമിക്കണം. ഒരിക്കലും ഈ ജന്മത്തിൽ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഭാഗ്യമെന്നല്ലാതെ ഇതിനെന്ത് പറയാൻ. ഈ ആശ്രമത്തിലെ ഒരു പുലിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. മുനി ഉടനെ ആ പുലിയെ ആംഗ്യം കാട്ടി വിളിച്ചു. ഇണങ്ങിയ പൂച്ചയെപ്പോലെ അത് ഓടി വന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിന്നു. വിക്രമാദിത്യൻ കുറെ നേരം കഴിഞ്ഞ് സഹോദരനോട് വിട ചോദിച്ചു. രത്നമാലികയോടുകൂടി അദ്ദേഹം കോസല രാജ്യത്തേക്ക് യാത്രയായി. മാർഗമധ്യത്തിലുണ്ടായിരുന്ന ഒരു പൊയ്കയുടെ തീരത്തെത്തിയപ്പോൾ അദ്ദേഹം പാമ്പിന്റെ വായിൽപ്പെട്ട ഒരു തവളയുടെ രോദനം കേട്ടു. വലിയൊരു സർപ്പത്തിന്റെ ഇരയാകാൻ തുടങ്ങുകയായിരുന്നു തവള. ദീനം ദീനം വിലപിക്കുകയായിരുന്നു. നാരദന്റെ ശാപത്താൽ ഈ രൂപം പ്രാപിക്കേണ്ടി വന്ന അനന്തൻ എന്നും ജലാന്തരൻ എന്നും പേരായ 2 രാജാക്കന്മാരായിരുന്നു അവർ. തവളയുടെ രോദനം കേട്ട് വിക്രമാദിത്യന് അതിനു നേരെ അനുകമ്പ തോന്നി. പാമ്പിനെ കൊന്ന് തവളയെ രക്ഷിക്കുന്നത് വിധിശാസനങ്ങൾക്ക് എതിരാണ്. മാത്രവുമല്ല, ജീവനാശമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം മുറിച്ചെടുത്ത് പാമ്പിനിട്ട് കൊടുത്തു. ജലന്ധരനും അനന്തനും ഈ സാഹസം കണ്ട് അത്ഭുതപ്പെട്ടു. ഉദാരമായ ഈ പ്രവൃത്തി ചെയ്യാൻ വിക്രമാദിത്യൻ മാത്രമേ സന്നദ്ധനാകൂ എന്നും അദ്ദേഹത്തിന്റെ ദാസന്മാരായി 7.5 കൊല്ലം ജീവിച്ചാൽ ശാപമോചനം കിട്ടുമെന്നുമായിരുന്നു നാരദൻ പറഞ്ഞിരുന്നത്. അവരിരുവരും രാജാവിന്റെ മുമ്പിൽ വന്ന് വന്ദിച്ചു നിൽക്കുകയും തങ്ങളുടെ വാസ്തവസ്ഥിതി പറഞ്ഞറിയിക്കുകയും ചെയ്തു. വിക്രമാദിത്യൻ സന്തോഷത്തോടെ അവരെ തന്റെ ദാസന്മാരായി സ്വീകരിക്കുകയും സ്മരിച്ചാൽ ഉടൻ വന്നു ചേരണമെന്ന് ചട്ടം കെട്ടി അവരെ അയക്കുകയും ചെയ്തു. പിന്നെ രത്നമാലികയെയും വേതാളത്തെയും ഒരു സത്രത്തിലാക്കി അദ്ദേഹം കോസല രാജാവിനെ കാണാൻ ചെന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ തേജസ്വിയും ശൂരനുമാണെന്ന് തോന്നിച്ച ഒരു യുവാവ് ഒരു പടനായകന് ചേർന്ന വേഷഭൂഷണങ്ങളോടുകൂടി തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് കണ്ട് കോസല രാജാവ് അത്ഭുതത്തോടെ തിരക്കി.